ഹലോ ഗായ്സ്, ഗെയിമിംഗ് മച്ചാൻ 6 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മാർഗമായ സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഒരു റാഫ്റ്റ് ഗെയിമായിട്ടാണ്. ഓക്കെ, നമ്മൾ റാഫ്റ്റ് ഗെയിമാണ് റോബ്ലോക്സിലേക്ക്. ഇങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ, നമ്മളൊരു ആക്സിഡൻ്റ് ആയി ബോട്ട്, നമ്മളെ ഷിപ്പ് പ്ലെയിനിൽ നിന്ന്. അപ്പം സർവൈവ് ചെയ്യണം നമ്മൾ. പോകരുത്. നമുക്ക് 99 ഒരു ഗെയിമുണ്ട്, ആ ഗെയിം പോലെയാണ്. ഒരു 101 ഡേയ്സ് സർവൈവ് ചെയ്യണം നമ്മൾ ഈ ഷിപ്പിൽ. നമുക്ക് ഡ്രൈവ് ചെയ്യാം. എൻജിനൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ ഫാസ്റ്റ് എൻജിനാണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ആയിട്ടൊരു വളയും വളയും അവിടെ ആയിട്ട് സ്പീഡുണ്ടോ. അവിടെ ആയിട്ടൊരു ഇതുണ്ട്, എന്ത് ഐലൻഡ്. നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടാം. ഒരു നമ്മളെ ഒക്ടോബസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വന്ന് നമ്മൾ സ്പോട്ട് പോകുന്നുണ്ട്. വേഗം സെർച്ച് ചെയ്യണം, പിടിക്കാനൊക്കെ വരും കേസ്. നമ്മളവിടെ നിന്നൊക്കെ രക്ഷപ്പെടണം. തുറക്ക് ബോട്ട് വേഗം പോകുന്നു കേസ്. ശൂലം അയ്യോ, ഇത് കിട്ടി. ടേക്ക് ദിസ് സ്പിയർ. അയ്യാ, ആള് കയറാനുണ്ട്. അയ്യാ, എന്നെ കുടിക്കുക. ആള് കയറാനുണ്ട്. ഇതിട്ട് പോകാം. ആള് കയറാനുണ്ട്. സ്റ്റോപ്പല്ല, സ്പീഡ്. അയ്യോ അയ്യോ അയ്യോ, നോ 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 നോ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട് ഇവിടെ. നമുക്കിവിടെ ഫ്ലോർ ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ അടുത്ത എൻജിൻ ക്രാഫ്റ്റ് ചെയ്യണം. അതൊരു സാധനമാണ്. 20 വുഡ് വേണം. ഇപ്പം നമ്മുടെ 2 വുഡുണ്ട്. 20 വുഡ് വേണമെങ്കിൽ ഒരു ഇതങ്ങനെ ഫ്ലോർ വാങ്ങി. ഒരു ഫ്ലോർ ഇവിടെ ഇത്ര നീട്ട് വേണ്ട. ഓളി നിൽക്കണം. ഒരു ഫ്ലോർ വാങ്ങി. ഓക്കെ, എനിക്ക് ആക്സ് ഉണ്ട്. ഇങ്ങോട്ടൊക്കെ നമുക്ക് ഈ സ്പീഡ് കുറച്ച് കൂട്ടാം. ഇപ്പം എന്തായാലും ലെവൽ 1 തന്നെ ധാരാളം. സ്പീഡ് കൂട്ടും. വളച്ചറ വണ്ടിക്ക് ഓൾറെഡി നല്ല സ്പീഡ് വെച്ചൊക്കെ നല്ല ദൂരം പോയി വണ്ടി, നല്ല ദൂരം. നൈറ്റ് ആകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മളവിടെ എത്തുന്നതിക്ക് മുമ്പ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് അടിച്ചങ്ങ് വിട് ഗൈസ്. അടുത്ത ഐലൻഡ് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇടിച്ചേർത്തിയ കാരണം വേറെ കുറെ പേരുണ്ട്. ആൾക്കാർ ഗൈസ് അടിക്കുന്നത്. അയ്യോ, ഡ്രോപ്പാണ് നിൽക്കുന്നേ. ഇങ്ങനെയല്ല അടിക്കുന്നേ. എന്നെ കൊല്ലുന്നു. ന്യൂമര് എന്നെ കൊന്നു. ഓൾമോസ്റ്റ് ഞാൻ ചത്തതായിരുന്നു. ഇതിൽ പക്ഷെ ലൂട്ട്സ് കുറേ ഉണ്ട്. അയ്യോ, അവന്മാരെ ഞാൻ ബോട്ടിൽ കയറി. അവന്മാരെ താഴത്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി. ഞാൻ വാടാ, ഫുൾ ഹെൽത്ത് എനിക്ക്. വാടാ, ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. എടാ, നീ എന്നെ അടിക്കുള്ളടാ. 2 കോയിൻ കിട്ടി. ഞാൻ തന്നെ തട്ടി. ഞാനേ ഡേഞ്ചർ സോണിലേക്ക് ഇറങ്ങി തോന്നുന്നു. ഡേഞ്ചർ ഒന്നും ഇവിടെ സ്പീഡിൽ പോവാം. അവിടെ ആൾക്കാരുണ്ട്. ചാടിക്കോ. ദൈവരുന്നു. ഞാൻ സ്പീഡങ്ങ് ഓഫ് ചെയ്തിട്ടു. അയ്യോ, ബാക്ക് പോയാൽ പക്ഷേ ഫ്രണ്ട് പോകണ്ട. സ്പീഡ് കുറച്ച് ഇറങ്ങി ഞാൻ അവിടെ നിന്ന്. പിന്നെ ഹെൽത്ത് ആയിടാ. വാടാ. ഇതൊക്കെ നിസാരം പൊടി പിള്ളായി തട്ടിയിട്ടുണ്ട്. ഇതെന്താണോ രാവിലെ എന്തായാലും ആകാറായിട്ടുണ്ട്. നമുക്ക് ഈ ഇതൊക്കെ ഉണ്ടാ ടേക്ക് ജസ്റ്റ് കിട്ടി ഫ്രീ ആയിട്ട്. അവിടെ വേറൊരുത്തരുണ്ട്. ഞാൻ അവനെ വിളിക്കാം. അവൻ എന്നെ അടിച്ചു. പക്ഷെ മാങ്ങൂട്ട കുറച്ച് ഇറച്ചി പറയുന്നേ. അവിടെ തന്നെ ഉണ്ടോ? ബൈ.
ഓക്കെ, ഇനി സ്പീഡും കുറച്ച് ഇറങ്ങിയിട്ട് ജമ്പ്. ഇവിടെ ഇവന്മാര് ചത്തില്ലെന്ന് വയ്ക്കും. ഇനിയിപ്പോൾ സേഫാണ്, കാരണം 2, 3, 4 പേര് തട്ടി. നമുക്ക് ചെസ്റ്റ് എടുക്കണം. ഞാൻ വിളിക്കരുത്. നമുക്ക് മെറ്റൽ കിട്ടി. ബിഗ് ചെസ്റ്റില് സ്റ്റോറിയാ. അങ്ങനെയാണെങ്കിൽ എല്ലാം കഴിഞ്ഞ അവസാനം കൊണ്ടുപോയി ചൂണ്ട. നൈസ് ടേക്ക് ചെയ്തു. നൈസ്. ഇതൊക്കെ എടുക്കത്തില്ലേ? സ്റ്റോറ് ഇതെടുക്കത്തില്ല. ഓക്കെ, അടുത്ത ലൂട്ട് മേടിക്കാം. ഇവിടെ നല്ല ലൂട്ടാണ്. എനിക്ക് എന്തായാലും റോട്ട് കിട്ടിയാണ്ട് ചൂണ്ട കിട്ടിയാണ്ട് നമുക്ക് മീനെ പിടിക്കാം. കാരണം സേഫാണ്. നമുക്ക് ഫുഡ് എഗ്സിനെ ഞാൻ ചെയ്യാനായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് ആക്ച്വലി. സാധനം കിട്ടിയാ ഓക്കെ. ഈ ശശി അവനെ എയിമില്ല. പക്ഷെ അത് കാരണം അവനെങ്ങനെ എന്നിട്ട് തന്നെ അടിക്കാൻ കഴിയുക. ഇതിൽ 15 സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇനിയും ആൾക്കാരുണ്ടാവും. എന്തായാലും കുറേ കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഒരു ഡീമൻ ഉണ്ട് ഇവിടെ, സ്റ്റിക്കും വെച്ച് തന്നെ. അവനെ തട്ടാൻ വേണ്ടി ഞാൻ ബുദ്ധി കളിക്കാം. അവനെന്നെ തട്ടത്തില്ല. എനിക്ക് അവനെ ഹെൽത്ത് കളയാൻ പറ്റുമോ? ഇല്ലട്ടോ ഗൈസ്, എനിക്ക് അവൻ ഹെൽത്ത് പറ്റത്തില്ല. എൻ്റെ ഹെൽത്ത് ആദ്യം ആക്കട്ടെ. ഓക്കെ, അടിച്ചോ. ഫയർ ഗൈസ്, നമ്മുടെ ഫയർ ചെയ്താറേ. അവൻ നല്ല അടിയാണ്. ഞാൻ ചാവും. ഭാഗ്യം ഗൈസ്, ഇത് മാപ്പ് കിട്ടി. ടേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റോർ ചെയ്ത് ഫയർ തീരാറായി. ഫയർ വേണം നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ പോയി. ഗുഡ് ആക്സ് കിട്ടി. നൈസ്. വേറല്ല ടേക്ക് ചെയ്താ. ടേക്ക് ചെയ്തൊന്നു. ഗുഡ് ആക്സ് ആണ്. ഗുഡ് ആക്സ് ഗൈസ്. സ്പീഡിൽ ഓടിക്കും. ഫുഡ് തീർന്നു. അവിടെയുള്ള എല്ലാ ഐറ്റവും ഇട്ട് ഫുഡൊക്കെ അവിടെ പോയിട്ടുണ്ടാവും. സ്റ്റോറി നീയൊന്നും പോകാൻ പാടില്ല. ഇനി ഇവിടെയാണ് ഇവിടെ തന്നെ പോകാം. ഇവിടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തു ഗൈസ്. എന്താ സംഭവിക്കുന്നേ? കയറിപ്പോ. നമുക്ക് വേഗം തന്നെ ഫയർ എടുക്കണം. അല്ലെങ്കിൽ ഫുഡ് വേണം ഗൈസ്. ഫുഡില്ല. ചുണ്ട എടുത്തോ, ഇട്ടോ. വരട്ടെ. ചുണ്ട. ഫുഡായിരുന്നു ഗൈസ്. കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിടാം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഉണ്ടാകും. ഇനിയിപ്പോൾ പേടിക്കണ്ട ഗൈസ്, കാരണം 81 പേടിക്കണ്ട. 86 പയ്യെ കുറയുള്ളൂ. ഫുഡാ വേണ്ട എനിക്കിപ്പോൾ. എന്താ കിട്ടിയ? ഫിഷ് നിൽക്കണം. ഫിഷിനെ പിടിക്കാറിയാൻ പാടില്ല. ഫിഷിനെ ഇവിടെ നിൽക്കാൻ സേഫാണ്. ചാടി കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ വേണം. തീൻ്റെ ഉള്ളിൽ കഴിച്ചാൽ ഏറ്റവും വേഗം വാട ഫിഷ്. ഇവിടെ ഫുഡ് നിന്നെ അടുത്ത് ഞാൻ വരാൻ പറഞ്ഞില്ലല്ലോ. ഫുഡ് വരുമോ ഗൈസ്? ലെവൽ 2 ആക്കിയാണ് ഞാൻ ഫയർ. അടുത്ത ഫുഡ്. നീയൊക്കെ എന്തിനാടാ വന്നിട്ട്? അതാ ചോദിക്കണ്ടേ എനിക്ക്. ഇട് അതേ അവിടെ ഞാൻ പറഞ്ഞ ഒറ്റ ബസ് നിൽക്കുന്നുണ്ടോ? 2 കണ്ണോട് അവൻ പോട്ടാ. ഡിയറിനെ കൊല്ലാം. ഡാക്സ് വെച്ച് ഡിയറിനെ തട്ടാം. ഫുഡ് എടുക്കണേക്കും. വേഗം ഫുഡ് എടുക്കണം. ഡിയർ മുങ്ങി. ഫുഡില്ലേ? ഈറ്റ് ചെയ്ത് കുറച്ച് ഫുഡ്സൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് ഈറ്റ് ചെയ്തു. അടുത്തത് സ്പീഡപ്പ്. ഡിയർ മുങ്ങിട്ടാണ് നമ്മുടെ രക്ഷയിട്ട് ഈറ്റ് ചെയ്തു. ഞാൻ കുറച്ച് ഫുഡ്
തൽക്കാലത്തേക്ക് കിട്ടി. ഇപ്പം നമുക്ക് ഇവിടെ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് വേഗം വിടാം. ഈ സൈഡിലേക്ക് വളയടാ, അങ്ങോട്ടായിരുന്നു പോകണ്ടേ. ഓക്കെ, ഞാൻ ഇതാക്കട്ടെ. ഓക്കെ, ഞാൻ ആ മാപ്പ് എടുത്തേണ്ടെന്ന് തോന്നുന്നു. ഇതെന്താ നമ്മുടെ കുറേ ഇട്ടോണ്ട് കിട്ടി. ചൂണ്ട ഇട്ടോണ്ട് പോകാ പറ്റി. കിട്ടി. അത് ബ്രില്യൻ്റ് ഐഡിയ ഗൈസ്, ബ്രില്യൻ്റ് ഐഡിയ. ഏതാ ഐഡിയ? സ്റ്റോർ ചെയ്തു പോകുന്ന വഴിക്ക് കിട്ടുന്നില്ല, സ്റ്റോറും ചെയ്യാം. ഇങ്ങോട്ടേക്ക് കിട്ടും ഈ വെള്ളത്തിൽ. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടാ. അയ്യോ, ഒരിടത്തും കാണുന്നില്ല അവന്മാരെ. അയ്യോ, റോഡ് ചൂണ്ടിട്ടില്ലേ? ചൂണ്ടിട്ടില്ല അങ്ങോട്ട്. നമ്മൾ പോകുന്ന ദിശയിലേക്കാണ് തോന്നുന്നത് അവന്മാരുള്ളത്. കിട്ടിയാ? ഇതാണ് നമ്മളെ കാണിച്ചത്. ഇവർ ഹംഗറിയാ. ഇറങ്ങിക്കടാ. ഇവിടെ നിന്നെ ഞാൻ മടുത്തു. കുഴപ്പമില്ല, കുറച്ച് ബാക്ക് ഇറങ്ങിക്കാം. എൻ്റെ അടുത്തേക്ക് തന്നെ എന്ത് പറ്റി? ഒരു ഷോർക്ക് സാധനം ഫുൾ ഹംഗറിയും കയ്യിൽ സീനായിട്ട്. നമ്മൾ മൂവ് ചെയ്യാതെ സെക്ഷൻ മൂവ് ചെയ്തോണ്ട് പയ്യ അനങ്ങിയാ പോന്നെ. വലി ഒന്നും കിട്ടിയില്ല. ഇവിടെ ഷാർക്കിൻ്റെ കൂട്ടമുണ്ട് ഗൈസ്. ഷാർക്കാ വലിച്ചുകൊണ്ട് വന്നേ, പക്ഷെ നമുക്ക് ഷാർക്ക് കിട്ടും. അല്ലാണ്ട് നമ്മൾ പോകുന്നതാണോ? ഇവിടെ ഗ്ലിച്ചടിച്ച് റോസ്റ്റ് മീൻ പോയി. അങ്ങോട്ടേക്കാ പോകാൻ പറയണേ. പക്ഷെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നല്ല വെപ്പൺസിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. അടുത്തോട്ട് അതിനെ പിടിക്കുക വീറ്റ് ചെയ്തോ. നമുക്ക് ഹംഗറി ഇപ്പില്ല. നമുക്കെന്നെ അത് ക്രാഫ്റ്റ് ചെയ്യും ഒരു ഐറ്റം. ക്രാഫ്റ്റിൽ കയറിയാൽ ഇപ്പം നമ്മുടെ 4 ഉള്ളൂ വുഡ് ഗൈസ്. 4 വുഡിൽ നമുക്കിപ്പം ചെസ്റ്റ് ഉണ്ടാകാം. 10 വുഡ് എടുക്കാം നമുക്ക്. എങ്ങനെയാലും നൈറ്റ് ടൈമിൽ കയറിക്കാം നമുക്ക് ഇങ്ങോട്ട്. നൈറ്റ് ടൈമിൽ അവൻ വരാറുള്ളതാണ്. ആക്ച്വലി കാണുന്നില്ല അവനെ. നമുക്ക് എന്തായാലും ഐലൻഡിൽ പോകാം. പിടിക്കാൻ പറ്റും. ഫുൾ പവർ എടുത്തോ. പേടിക്കില്ല, കാരണം പിടിക്കാൻ ചൂണ്ടയിട്ട് പിടിക്കാം. ബാക്കി വരുന്നുണ്ട്. ഒന്നും കിട്ടുന്നില്ലേ? ഞാനിനി അവനാണ് പിടിക്കുന്നത്. ചൂണ്ടയ്ക്ക് എന്തൊന്നും വരാത്തെ. കിട്ടിയ ഐറ്റം കണ്ട പോലെ ചൂണ്ട സ്പോട്ട് തന്നെ. ഏതാ ഐറ്റം? സ്റ്റോറി റോഡിടും സീനായിട്ട് കിണ്ണം കഴിച്ചിട്ട്. അത് കഴിച്ചാൽ ഹംഗ്രി ലെവലിൽ ഫുള്ളാവും. പറത്തി വിടുക. രക്ഷോട്ട് തിരിച്ചു. ഇനി നമുക്ക് നേരെ പോയി ആ ഐലൻഡ് നോക്കാം. കാരണം ഉറപ്പാ ഉമാരുടെ അടുത്തേക്ക് പോകുന്ന ഒരിക്കലും സേഫല്ല. ഇപ്പോൾ 4 പേര്, അതും വടി പിടിച്ചിട്ടുണ്ട്. നമ്മളെ മേളിൽ കയറിയ പോലെ വടി പിടിച്ചത് നല്ല തല്ലായിരുന്നു അല്ലേ ഗൈസ്. അത് കാരണം ആ 4 പേര് അടിക്കാൻ നല്ല ടഫായിരുന്നു. 4 പേര് ഒരുമിച്ച് തന്നെ. അപ്പം നമുക്കൊരു വെപ്പൺ സെറ്റാണ്. ഇവിടെ ഡിയർ, ഡോഗ് അങ്ങനെ കുറേ ഐറ്റം ഉണ്ടല്ലേ. തള്ളിയാക്ക്. അല്ലെങ്കിൽ തല്ലേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടാടാ. ഈറ്റ് അല്ല ചൂണ്ടതിൽ ഇവിടെ ഇടുന്ന പട്ടാണ് എനിക്ക്. ഓക്കെ, ഇവിടെ ഇടാം. നമുക്ക് ഇതിനങ്ങ് പിടിക്കാം. പിടിച്ച് സ്റ്റോർ ചെയ്തു. ഇങ്ങനെ പിടിക്കുന്നത് നല്ലത് ആക്ച്വലി.
നമുക്ക് എന്നിട്ട് നടക്കാം. ഒരു മീനെ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് സ്റ്റോറേജ് ഒക്കെ നോക്കി. ഓക്കെ, നമുക്ക് ഇതൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് നമുക്ക് വുഡിൻ്റെ ആവശ്യമുണ്ടാവും. 10 വുഡുണ്ടെങ്കിൽ നമുക്ക് എന്തോ സാധനം ഉണ്ടാക്കാം. ഫിഷിനെ കിട്ടി. അങ്ങോട്ടേക്ക് ഇട്ടിട്ട് ബാക്ക് വലിഞ്ഞ് സ്റ്റോറേജ് എടുത്ത് സ്റ്റോർ ചെയ്ത് റൂട്ട് എടുത്ത്. ഓ ഗൈസ്, അത് നൈസ് ഐഡിയ. അത് വിളിച്ചത് നൈസ് ഐഡിയ. ഇല്ല, പോടും പൊടിഞ്ച് തമ്പി, പൊടിഞ്ച്. നമുക്കിനിയും പോവാം. ഡിയർ കുട്ടാ, പൊന്നു മോനെ, ഇതെന്തോ ഐറ്റം പൊളിച്ച്. നമുക്ക് ലോങ് ഇടാം, ലോങ് ആകാശത്തേക്ക് നോക്കി ഇടാം. പക്ഷെ ആകാശത്തേക്ക് നോക്കിയാൽ ഒട്ടും പോകില്ല. അങ്ങോട്ട് ഓക്കെ, നല്ല കിട്ടിട്ടുണ്ട്. പിടിക്കുക സ്റ്റോറി. ഓക്കെ, 15 2 മീനും കൂടി പിടിച്ച് പോവാം. കുഴപ്പമില്ല, കയറിക്കോ. കിട്ടുന്നെല്ലാം പിടിച്ചോണ്ട് അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. ഫുഡാ വേണോ? എത്ര എണ്ണം? അയ്യോ, അടുത്ത ഫിഷിനെ കിട്ടി. നമുക്ക് പോകാം. നല്ല ലൂട്ടാ. നോക്കിയോ ഗൈസ്, നോക്കിയോ. ഞാനിവിടെ ഇപ്പോൾ വുഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴും ഗൈസ്. അതൊരു പണിയാണ്. ഫിഷ് കച്ചവടം കാണുന്ന. ഇനി ഇതെല്ലാം അങ്ങ് സ്റ്റോർ ചെയ്തു. അയ്യോ, ഫിഷ് സോറി, രാത്രി ഭക്ഷണം. അത് ചെറിയ ഫിഷ്. എത്ര ഫുഡാണെന്നറിയോ? നമുക്ക് സ്റ്റോറേജ് വേണം. 10 എടുക്കും. വെയിറ്റ്, നൈറ്റ് അല്ലേ, ഓടണം. അവൻ പിടിക്കാൻ വരില്ല. ചൂട് സ്ക്രീൻ ചെറുതാക്കി കൂട്ടിടാൻ അങ്ങോട്ട്. തൂക്കി മഴയോ? മഴയും എന്ത് അങ്ങോട്ടിടെ. മഴ, ഫയർ കടുക്കും. ഫിഷ് അവിടെ ഉണ്ട്. ഫിഷ് അതിൻ്റെ ഉള്ളിൽ പെട്ടു. കുഴപ്പമില്ലായിട്ട് ഞാൻ രക്ഷപ്പെടും. അത് അവിടെ അത്രയും ദൂരത്താ. അതാ അവിടെ പെടുവാടാ. ഞാൻ ഇവിടെ ഇട്ട് നോക്കട്ടെ. ലെവൽ 3 ബ്രോ. വെയിറ്റ്, ഓടിക്കും. എന്തായാലും ഓഫിട്ടുണ്ടാവും. ഒന്ന് രാവിലെ ആവണം. ഇപ്പം തന്നെ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ സാധാരണ നല്ല ടഫാണ്. ഫുഡ് എടുക്കും. സ്റ്റോറേജിൻ്റെ ആവശ്യമുണ്ട്. 2 എണ്ണം എടുത്ത് ബാക്കലി ആണ്. ഓക്കെ ഗൈസ്, ഇതിലേക്ക് ഇടാം. ഡ്രോപ്പ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഉണ്ടാവും ഗൈസ്, വിഷയമില്ല. സ്റ്റോറേജ് ഉണ്ടാക്കാൻ നോക്കും. സ്റ്റോറേജ് ഉണ്ടാക്കണം. സ്പീഡ് കൂട്ടാൻ നോക്കാം. സ്പീഡ് അങ്ങ് കൂട്ടി. ഇത് സോൾഡ് ഓഫ് ടേഗീസ്. അത് വെക്കണ്ട എങ്ങനെ അറിയാൻ പാടില്ല. എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും. ഇപ്പം തീ കിടും. യെസ്, ഇവിടെ തന്നെ എല്ലാം അങ്ങ് ഡ്രോപ്പ് ചെയ്ത്. ഫിഷ് കൂട്ടം തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഓ മൈ ഗോഡ്, ഇതൊക്കെ എന്തിനാടാ ഞാനിവിടെ വിടുന്നത്? ഫിഷ് പുറത്ത് പോയോ? ഒന്നും പോട്ടൊന്നുമില്ലല്ലോ. വെള്ളം പേടിയില്ലെങ്കിൽ ഫുഡ് എടുത്ത് പോയി നോക്ക്. യോ ഫിഷസ്. എടാ, ഒരെണ്ണം കഴിക്കട്ടെ. ഡ്രോപ്പ് ഒരെണ്ണം കിട്ടി. ചെറിയ ഐറ്റംസാണ്, എനിക്കൊന്നും കളയത്തില്ല. ഓക്കെ, നമുക്ക് വുഡ് എടുക്കാൻ പോകാം. കളക്ട് ചെയ്യാൻ സൈഡിലേക്ക്
അവിടെ ഷെഫ് കിടന്ന് ആടുന്നുണ്ട്, വീഡിയോ ആവുന്നുണ്ട്. ഇപ്പം മഴയില്ല, ഒരു എങ്ങനെ കിട്ടുള്ളൂ അതെനിക്കറിയാം. ചായ ഫുഡ് എത്ര അടിക്കും, ഫുഡ് കുറച്ച് എടുക്കാം. ഫുഡ് കുറച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. മെഡിക്കറ്റ്, യെസ് നൈസ്. ടേക്ക് ചെയ്ത് വെച്ചു, മെഡിക്കറ്റ് ടേക്ക് ചെയ്തു. അതിപ്പോൾ ഞാൻ എന്താ ഓപ്പൺ ചെയ്യണ. സ്റ്റോർ ചെയ്തു. വെപ്പൺസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല. എന്താ വെച്ചാൽ മറ്റേ വെപ്പൺസ് ഓക്കെ. നമ്മളിപ്പം എല്ലാം കഴിഞ്ഞു ഗൈസ്. കുറച്ച് വുഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ലെവൽ 3 അത്ര സ്റ്റോറേജ് ഉണ്ടാക്കാണ്ട് പറ്റൂല, തുറച്ചു പോകുമല്ലേ. പോകുന്നു ഫിഷസൊക്കെ. എങ്ങനെ ഉണ്ടാക്കി? ഇത്ര ഉള്ളോ? 2 എണ്ണം വേറെ മിസ്സിങ് ആയി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ 10 വുഡ് എടുക്കണം. ലൈറ്റ് ആകാറേ വണ്ടി കട്ട് ചെയ്ത് വളച്ചോ, ലൈറ്റ് ആകാറേ. അവൻ വന്ന് തൂക്കണം മുമ്പ് കേസ് എനിക്ക് രക്ഷ. ഓ മൈ ഗോഡ്, വളച്ചോ. ഓക്കെ കേസ് ലേറ്റായി. രാത്രിയായി. അവരിപ്പോൾ വരും ഇവിടെ നിന്ന്. അയ്യോ എന്തായി ഇരുട്ട്, ഒന്നും കാണാനില്ല. ഫുഡ് ഇനിയിപ്പോൾ എനിക്ക് പേടിക്കണ്ട. പക്ഷേ ഇത് ഇവിടെ ഷോപ്പുണ്ട് ആക്ച്വലി. ഷോപ്പിൽ ഹോട്ട്സ്പോട്ടാ. ഞാൻ ശ്രദ്ധിച്ചില്ല. അവൻ വന്നു. വെയിറ്റ്, എൻ്റെ ഡൗട്ട് അവൻ ഇവിടെ നിൽക്കുമോ? ആമയാ. ഞാൻ മൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഇരയിൽ ലാൻഡ് ചെയ്യണം. വണ്ടി വളച്ചത് അറിഞ്ഞ എൻ്റെ ഇപ്പം വിടാം. അത് ഓട്ടോമാറ്റിക്കലി വളയുള്ളൂ. ഞാൻ ഇറങ്ങി. ഇപ്പം എന്താ സംഭവിക്കണേ എന്ന് എനിക്കറിയണം. അവൻ എന്തോ വരുന്നുണ്ട്. പക്ഷെ കാര്യമില്ല വരുന്നിട്ട്. അങ്ങനത്തെ ഒരു വരച്ച് ഇനി ഏറ്റത്തൊന്നും അപ്പം വലിക്കുകയാണെങ്കിലും പകുതിയിലും നീങ്ങോളും. എന്നതായാലും സോ go to the place. വുഡ് ഇവിടെ സ്പോണേ. എടുക്കാൻ പറ്റൂലേ? സീൻ ഐറ്റം പെയിന്റ് ബക്കറ്റ്, ആക്സ്, ഇതൊക്കെ ഉണ്ട് നമുക്ക് വേണ്ടത്. ഇനി അതിന് 8 എണ്ണം ഓക്കെ വാങ്ങാം. നമുക്ക് മുടിക്ക് കളിക്കണം. നമുക്ക് 15 എണ്ണം ഉണ്ടെങ്കിൽ ഫെൻറ്റേക്ക് നമ്പറാണ് ഏറ്റവും കിട്ടും. നമുക്ക് 15 ചെയ്തെടുക്കാം. അപ്പം എൻ്റെ 4 ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഇതിങ്ങനെ എടുക്കുക. എനിക്ക് 8 എണ്ണം ഉണ്ടെങ്കിൽ ഒരു ഇതുണ്ടാക്കാം, ബോർബോ ഉണ്ടാക്കാം. 8 എണ്ണം ആയി. അപ്പം എനിക്കത് വാങ്ങാം. പക്ഷേ എനിക്ക് എണ്ണെടുക്കാൻ പോകും. ബോട്ട് ഷോപ്പിൽ പോയാൽ എന്തായാലും എത്ര കോയിനുണ്ട്? 0 കോയിനാ. അവിടെ വെച്ചാനായിട്ട് 1200 ലൈറ്റാ. നമ്മളൊക്കെ അവിടെ ഇത് ഫുൾ ഷോപ്പുകളാ. ഫുൾ ഷോപ്പ്. ഇവിടെ രക്ഷപ്പെടാനുള്ള നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാണ്ട് നോക്കിക്കൊണ്ടിരിക്കും. ഡെക്കറേഷൻ ഇതൊക്കെ വെച്ച് ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ നോക്കി. ആവശ്യമില്ലെങ്കിൽ
വേണ്ടത് ഇതേ ഈ ഐറ്റം. എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് ഇത് വെച്ചാൽ 9 ആയിട്ടുള്ളൂ ഗൈസ്. എന്ത് കഷ്ടമാണ്. 9 വെച്ചാൽ എനിക്കിത് വാങ്ങത്തില്ല. അപ്പം അതിന് സ്റ്റോക്കാ എനിക്കാണെങ്കിൽ അത് വാങ്ങാം. ഞാൻ വാങ്ങുക. ഞാൻ സ്റ്റോക്കാൻ പറ്റിയത് അൺലിമിറ്റാണോ വെച്ചു. പിന്നെ ഇങ്ങോട്ട് തന്നെ വെച്ചു. അൺലിമിറ്റ് ആണെന്ന് തോന്നുന്നു. വെച്ചത് പിന്നെയും പോയി എടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ കൊള്ളാം. നമുക്ക് ഈ നൈറ്റ് അവൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ തന്നെ ഞാൻ തയ്യാറാ. ഇത് വെപ്പൺ 10 ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരണം. വേറൊരു ഐലൻഡിൽ പോയിട്ട് തിരിച്ചിപ്പോൾ തന്നെ വരണം. കുറച്ച് ലൂട്ട് ഉണ്ടാക്കണം. 10 ഉണ്ടാക്കണം. കൂടെ ഇന്നാണ് ഞാൻ നിന്നെ കൊല്ലുന്ന ദിവസം. 6 ദിവസം ഞാൻ സർവൈവ് ചെയ്ത് കഴിച്ചു. ഇന്ന് അവനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അവൻ എട്ടുകാലി സോറി ഒക്ടോബസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടെ ഒക്കെ അവൻ കയറി വന്നു ഐലൻഡിൽ കൂടെ. അപ്പോൾ ആ ഒരു ഡേഞ്ചർ ഞാൻ അവനെ വിളിക്കാൻ വേണ്ടി ഐലൻഡിൽ കയറി. വന്നു. പിന്നെ അവൻ നമ്മുടെ അടുത്താ. പക്ഷെ അവിടെ നിന്ന് അവന് അനങ്ങാൻ പറ്റുന്നില്ല. ടോർച്ച് എക്സിലുണ്ട്. അവനെ അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവൻ്റെ കൊള്ളുന്നുണ്ട്. ഞാൻ അവനെ അടിച്ചു. കാര്യമില്ല. നമുക്ക് കുറച്ച് ഫുഡ് എടുത്തു. അവനെ കാണണ്ടേ ബ്രോ? വെയിറ്റ്, അവൻ ടെലിപ്പി അടിച്ചാ. ഫുഡ് കഴിച്ചിട്ട് ഹംഗറിയാ. ക്രോസ് ചെയ്ത ചവകാശനാണേ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് വിഷയില്ല. കടന്നപ്പോ അവൻ അതിൻ്റെ ഉള്ളിൽ കയറി. പേടിക്കണ്ട. ഈ ഫയർ തീരുന്നവരെ നമ്മളിവിടെ രക്ഷപ്പെടും. ബോർബ് കൊടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി അവനെ അടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ കാര്യമില്ല. അവൻ രക്ഷപ്പെടുക. രാവിലെ കാര്യമില്ല കേസ്. അപ്പം ഡ്രോപ്പിലോട്ട് അടിക്കും. കുറച്ച് വുഡ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ചെന്ന് അവിടെ സ്റ്റോറേജ് ഉണ്ടാക്കി വെക്കണം. ഓക്കെ, സ്റ്റോറേജ് ഉണ്ടാക്കിയാലേ കാര്യമുള്ളൂ കേസ്. ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. കാരണം ഇങ്ങനെ ഈ സ്റ്റാക്കിൽ എപ്പോഴും ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും പറ്റില്ല അല്ലേ. ഫുഡൊക്കെ ആണെങ്കിലും വെക്കണ്ടേ നമുക്ക്. ഞാൻ സ്റ്റോറേജ് ഉണ്ടാക്കാൻ പോവാം. 2 ഇപ്പം തന്നെ സ്റ്റോറേജ് ഉണ്ടാകാം. കേസ് കണ്ട ഇപ്പം വെച്ചേക്കാനുണ്ട് സ്റ്റോറേജ്. ബാഗിന് വേണ്ടി കുറച്ച് വെച്ച ഉണ്ടാവും കേസ്. ഒരിക്കലും കൊണ്ട് മൈൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാ ഞാൻ വുഡാണോ 10 വുഡും തയ്യാറായി. ഇവിടെ കഴിച്ചില്ലേ കൃഷിയൊക്കെ ഉണ്ട്. അല്ല, ഇത് വാങ്ങിയായിരുന്നു. കാണുന്നില്ല കയ്യിൽ. പക്ഷേ 10 അതും ക്രിയേറ്റ് ചെയ്തു. ക്രാഫ്റ്റ് ചെയ്തേ. അല്ലാതെ അവിടെ വെച്ചാക്കുന്നേ ഇതാണ്. അതല്ല, ഇതാണ്. ആക്ച്വലി അതെനിക്ക് കാണുന്നില്ല. ഇതെന്ത് ഫുഡ് സ്റ്റോറേജ്? അത് വെക്കണമെങ്കിൽ ഡ്രോപ്പ് പിരാന. ഹായ് ബ്രോ. ഇവിടെ നല്ല അടിയായിട്ട് കേട്ടോ. നല്ല അടിയല്ല നേരത്തെ. 2 പേരെ വെറുതെ അല്ല. അവിടെ നിൽക്കടാ. പിന്നെ ഞാൻ വെറുതെ വിടൂല. എന്നെ കൊന്നിട്ട് ഉമ്മാരി ശ്രദ്ധിക്കാൻ നിൽക്കുമല്ലോ. 2 പേര് ഞാൻ തട്ടി വരുമ്പോഴേക്കും സ്പീഡാണ്ടാ. പക്ഷെ ഒരാൾക്ക് നല്ല ഡാമേജ് കിട്ടി. നമുക്ക് ഒരാളെ കൊന്നു. രണ്ടാമത്തെ ആൾ ആ തീറ്റ വല്ലതും തിന്ന. പിന്നെ നിങ്ങളായിരിക്കും എൻ്റെ തീറ്റ. നിങ്ങളാ എൻ്റെ തീറ്റ.
സ്റ്റാർ നോക്കിയാൽ അടിയിലേക്ക് നമുക്ക് മുങ്ങാൻ പറ്റും. ഇല്ലട്ടാ, നമ്മൾ ഇത്രയും മുങ്ങുള്ളൂ. കാലുണ്ട നമ്മൾ നടക്കുന്നു. വെളിച്ചത്തോടെ അടിഭാഗം കാണാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടി മറക്കാനില്ല. നീ നിക്കളോടെ നിന്നെ ഞാൻ കൊന്നിട്ട് ഇന്ന് പോകുള്ളൂടാ. അവിടെ എന്താ റോഡും അല്ല. കൊല്ലണം 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 കൊല്ലണം. രണ്ടുപേരും ഒന്ന് കളിക്കുന്ന രണ്ടുപേരും ഞാൻ തീർക്കും. നിക്കളവിടെ പേടിച്ച നീയാളെ എൻ്റെ ഭക്ഷണം. ഫുഡ് എത്തി. അടുത്തവനടിക്കുന്നത് ബോട്ട് അവിടെയാ. ഞാൻ അവനവിടെ അയ്യോ ഫുഡില്ല എന്നെ കടിക്കുന്നവന്മാര്. എന്നെയൊക്കെ ഞാനിന്ന് ഫുഡാക്കൂടാ. ഫുഡ് കിട്ടി. ഇതെടുത്ത് ഈറ്റ് ചെയ്തോ. എന്ത് പറ്റി? ഹെൽത്ത് പോലെ എങ്ങനെ? അയ്യോ മീറ്റഡ് കുക്ക്. ഇതേ പോകുന്നുണ്ട് മീറ്റഡ് കുക്ക്. പോട്ടെ, ബാക്കിറങ്ങി കുറച്ച് ബാക്കിറങ്ങ്. ഓക്കെ, എത്ര ഉള്ളു? ഇവിടെ ഞാനുണ്ട്. ഇവിടെ അയ്യാ അങ്ങോട്ട് നീയോ എൻ്റെ ശക്തി എടുത്ത് എന്നെ നിൽക്കൊല്ലും മതി. എൻ്റെ ബോട്ട് കുറച്ച് ഹെൽത്ത് ഞാൻ പൊക്കോളാം. പ്രതീക്ഷിച്ചില്ല. എൻ്റെ മീറ്റൊക്കെ അങ്ങോട്ടൊക്കെ തുറച്ചു പോന്നു. ചൂണ്ടല്ലേ, ചൂണ്ട അങ്ങോട്ടേക്ക് ഇട്ടേക്കാണ്. നമ്മളങ്ങോട്ടേക്ക് ഇടുക. ചൂണ്ടൊക്കെ മാറ്റി കുറച്ച് കഴിഞ്ഞിട്ട് ചൂണ്ട എടുക്കും. ഇത്രേ ഉള്ളൂ. ചൂണ്ടയ്ക്കൊക്കെ അത്രയും ചെയ്താൽ മതി. എന്താ കിട്ടിയില്ല, വരുന്നില്ല. ശരി, ഇനി ഞാൻ അങ്ങോട്ട് പോകുക. ഫയർ തീർന്നാലും ഫുൾ സ്ട്രെങ്ത് എടുത്ത് ഫുൾ സ്പീഡിൽ പറക്കുന്ന കാണണോ? കോക്കനട്ട് കുറച്ച് കുടിച്ചിട്ടങ്ങ് പോവാം. ഇതല്ലേ കോക്കനട്ട്? മുറുക്കി തലേ വീണ് മരിക്കുക. നാലെണ്ണം കിട്ടി. ഇൻട്രസ്റ്റിങ്. ഈറ്റ് ചെയ്തു. ഫുട്ബോൾ കളിക്കാൻ പേടിച്ചു. ഡിയറിനെ കണ്ടിട്ട് പേടിച്ചു. ബോട്ടെ കുറേ ഇനിയിപ്പോൾ ഫുഡിൻ്റെ ആവശ്യം ഉണ്ടാകുന്ന അറിയാൻ പാടില്ല. എന്തായാലും ചാകാനുള്ളതല്ലേ. എല്ലാം നമ്മുടെ മാപ്പ് അങ്ങോട്ടേക്ക് കാണിക്കുന്നു. ഇതാ സൈഡാ വള സൈഡേ. വളയൂ സ്ട്രെയിറ്റ് ആയോ? ഇതാണ് സ്ട്രെയിറ്റ്. ഇതിലേ പോകണം ഹെഡായിട്ടും പോകാമല്ലോ. സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ട് കാണുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ ഇതാണെന്ന് തോന്നുന്നു. ഇതാണോ? അല്ല, വളക്കി ഇതല്ലേ. ഇതിൻ്റെ അടുത്താണ് ആക്ച്വലി. നമുക്ക് നൈറ്റിന് മുമ്പ് എത്തണം എന്തായാലും അവിടെ. സ്പീഡിൽ പോവാ. എന്ത് സ്ലോയാണിത്. പക്ഷെ അത്യാവശ്യം സ്പീഡിൽ കേട്ടോ. നല്ല സ്പീഡിൽ അത്യാവശ്യം സ്പീഡിൽ പോകുന്നേ. പക്ഷെ ഒട്ടും സ്പീഡും ഇല്ല. എത്തിയിട്ടാ എന്താ
നല്ല വോയിസ് കുറച്ച് ആൻസർ കൊടുത്ത് ഇത് ടേക്ക് ചെയ്തു. നല്ല ഐറ്റംസ് അല്ലേ ഇവിടെ കിടക്കുന്നത്. ഓരോ വിഷയം ലൂട്ടും അടിച്ച് സൈഡിലുള്ള ലൂട്ടെല്ലാം അടിച്ചിട്ട് ഒരു ലൂട്ട് അടിക്കാൻ പോലും ടൈം താഴെ നീക്ക്. എന്തായാലും നിൽക്ക് ഇവിടെ എന്നെ തല്ലാന്ന് ഞാൻ നിന്നെയാണോ തല്ലുന്നത്? ഓക്കെ ഒരാൾ തട്ടി രണ്ടാമത്തെ ആരെ വിളിക്ക്. തട്ടി ലേറ്റായി. ഇവന്മാർ വെറുതെ വിടൂല. കുഴപ്പമില്ല. ഓടിക്കോ വിളിക്കാൻ പറ്റുമോ? നോക്കുന്നീ പ്രശ്നം. പിന്നെ ആ 2 വർഷം ടെസ്റ്റിന്റെ സമയം അത് വിറ്റാണ്. അപ്പൊ അത് പുതിയ വണ്ടിയില്ലേ? സെക്കൻഡ് ഉള്ളിലായിരുന്നു. ഞാൻ ജയിച്ചുള്ളൂ ഗൈസ്. എന്ത് കഷ്ടം. എന്തായാലും സെക്കൻഡ് പാർട്ട് എടുക്കും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ബൈ ഗൈസ്. പണി വന്ന് ഒരു 60-30 രൂപ വീണ്ടും എൻ്റെ പൊട്ടി വണ്ടി പണി കഴിഞ്ഞ് റെഡി ആക്കി. ടെസ്റ്റിന് ഡേറ്റ് ടെസ്റ്റ് ചെയ്തിട്ടില്ല.